Watch India's largest kids library only on Jio Hotstar. Download the app now. എന്ത് പറ്റി മത്സ്യറാണി? എന്താ നിന്റെ പ്രശ്നം? നീ എന്തിനാ വെറുതെ കരയുന്നത്? ഞാൻ എന്റെ കുട്ടികളുടെ കൂടെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കുറച്ചു പേർ വന്ന് എന്നെ പിടിച്ചോണ്ട് വന്ന് ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ്. എന്റെ കുട്ടികൾ അവിടെ തനിച്ചാണ്. വലിയ മീനുകൾ വന്ന് അവരെ പിടിച്ചു തിന്നു കളയും. അവർ വളരെ പാവങ്ങളാ. അവർ പേടിച്ചു പോകും. ചെറിയ കുട്ടികളല്ലേ, ആ വലിയ മത്സ്യങ്ങളെ കണ്ടാൽ അവർ പേടിച്ചു പോകും. ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ഇന്നത്തെ കാലത്ത് ആർക്കും തന്നെ മനസാക്ഷി ഇല്ലാതെ പോയല്ലോ. എന്റെ മോട്ടു നീ എന്താ എങ്ങനെ കിടന്ന് കരയുന്നത്? നിനക്ക് എന്താ പറ്റിയത്? പറയൂ. ഈ മത്സ്യത്തിന്റെ ചെറിയൊരു കൊച്ച് അതൊറ്റയ്ക്ക് സമുദ്രത്തിലാണത്രേ. ജനങ്ങൾ ഇതിനെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടിരിക്കുക. ഇതിന്റെ കുട്ടിക്ക് എന്ത് പറ്റുമോ എന്തോ. എന്റെ മോട്ടു നിന്റെ കരച്ചിലും വീഴ്ചയിലൊക്കെ ഒന്ന് നിർത്ത, അല്ലെങ്കിൽ ഇവിടെ വെള്ളപ്പൊക്കം സംഭവിക്കും. മോട്ടു എന്തെങ്കിലും ഒന്ന് ചെയ്യ്. അതെ, വെറുമായിട്ടില്ല എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ എന്തെങ്കിലും ചെയ്യേ. അതെ, ഐഡിയ. നമുക്ക് ഈ അക്വാറിയത്തിലുള്ള മീനെല്ലാം എടുത്തിട്ട് പിന്നീട് അതിനെ കൊണ്ടുപോയി കുളത്തിൽ വിട്ടേക്കാന്നേ. എന്താ മാനേജർ ചേട്ടാ, നിങ്ങൾ ആ അക്വേറിയത്തിലുള്ള മീനിനെയൊക്കെ കുളത്തിൽ കൊണ്ടുപോയി ഇട്ടേക്കൂ. ഇതെന്താ നിങ്ങൾ ഈ പറയുന്നത്? ഇത് വളരെ വിലപ്പെട്ട മത്സ്യങ്ങളാണ്. എങ്കിൽ അതിനെന്താ വിലയെന്ന് വെച്ചാൽ ഞങ്ങളോട് തുറന്നു പറയൂ, ഞങ്ങൾ തരാം. വേണ്ട സർ, എനിക്കത് വാങ്ങാൻ പറ്റില്ല. ഞാനിവിടെ മാനേജർ മാത്രമാ, മുതലാളിയല്ല. മാത്രവുമല്ല, വിലപിടിപ്പുള്ള മത്സ്യം വേഗം കിട്ടില്ല. നിങ്ങൾ മനുഷ്യനാണോ അതോ കല്ലോ? നിങ്ങൾക്ക് ആ മീനുകളുടെ ദുഃഖം മനസ്സിലാവുന്നില്ലേ? അവരുടെ മക്കളൊക്കെ തനിച്ചാണിപ്പോൾ. ചിലരുടെയൊക്കെ മാരേജ് ആനിവേഴ്സറി ആണ്, ചിലരുടെ ബർത്ത്ഡേ ആണ്. എല്ലാവരും കരയുവാണ്. ഒന്നുകിൽ ഇവറ്റകളെയൊക്കെ ഞങ്ങൾക്ക് വിൽക്കൂ, ഇല്ലെങ്കിൽ അവറ്റകളോട് കരുണ കാണിച്ച് സമുദ്രത്തിൽ കൊണ്ടുപോയി കളയണം. പ്ലീസ്. എന്തായാലും ഇക്കാര്യമൊക്കെ എന്നോട് പറഞ്ഞത് നന്നായി. എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു കുട്ടി ഒറ്റയ്ക്കാണെന്നും ആരുടെയോ മാരേജ് ആനിവേഴ്സറി ആണെന്നും. ഇതെന്ത് വിഡിത്തമാണോ പുലമ്പുന്നത്? സെക്യൂരിറ്റി, ഇവന്മാരെ പിടിച്ച് പുറത്തു തള്ളു. ഇവന്മാരെ ആഹാരമല്ല, എന്റെ തല തിന്നാൻ വന്നവരാ. പത്തുലു വരൂ, നമുക്കെല്ലാവർക്കും ചിങ്കം സാറിന്റെ അടുത്തേക്ക് പോവാം. ഒരു ഭാഗത്ത് പിറന്നാൾ ആഘോഷം, മറുഭാഗത്ത് വിവാഹത്തിന് ആഘോഷവും, മത്സ്യത്തിന്റെ ആനിവേഴ്സറി. കൊള്ളാം, നല്ല കഥ, നല്ല കഥ. കോൺസ്റ്റബിൾസ്, മോട്ടു പത്ലുവിനെ പിടിച്ച് ജയിലിനകത്തിടും. ഇവരെ ഈ മണ്ടത്തരം പറയാൻ നിർത്തട്ടെ, എന്നിട്ട് മതി ഇവർ രണ്ടുപേരും പുറത്തു വിടാനായിട്ട്. ചിങ്കം സാറേ, ഞങ്ങൾ പറയുന്നത് കുറച്ച് വിശ്വസിക്കൂ. ഞങ്ങൾ പറയുന്നത് സത്യമാണ്. ചെയ്യാം. നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ വിശ്വസിക്കാം. നിങ്ങളുടെ ബുദ്ധിക്ക് പ്രശ്നമില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് ഞാൻ വിശ്വസിക്കാം. എന്റെ ചിങ്കം സാറെ, ലോക്കപ്പിന്റെ താക്കോല് തന്നിട്ട് പോകൂ. ചായയും പലഹാരമൊക്കെ ഞങ്ങൾക്ക് കഴിക്കണമെന്ന് തോന്നിയാലോ? ഓക്കെ. എന്നാ പിടിച്ചോ. മത്സ്യങ്ങൾ ആനിവേഴ്സറി നടത്തുന്നു അത്രേ. എന്നാ പിടിച്ചോ. എന്തൊരു തമാശ.
ഏയ് മോട്ടു പത്ലു, അവിടെ നിൽക്ക്. ചിങ്ങത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ, അറിയാമല്ലോ, എംപോസിബിൾ. കോൺസ്റ്റബിൾസ് ഓടിപ്പോയി അവന്മാരെ പിടിക്ക്. അവിടെ നിൽക്ക്, നിൽക്കാൻ. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. യാ. എന്റെ കുട്ടികൾ എവിടെയാണെന്ന് അറിയില്ല. അവരെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരെ അന്വേഷിച്ചൊന്ന് കണ്ടുപിടിച്ചു തരൂ. ഇന്നെന്റെ ആനിവേഴ്സറി ആണ്. എന്റെ ഹസ്ബൻഡ് എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. മോട്ടു എഴുന്നേൽക്ക്. എന്റെ മോട്ടു എന്താ പറ്റിയത്? ഉറക്കത്തിൽ എന്തൊക്കെയാ നീ സംസാരിച്ചത്? എന്ത് പറയാന പത്തലു, മത്സ്യങ്ങള് ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. സ്വപ്നത്തിൽ വന്ന് അവരെ സഹായിക്കണമെന്ന് പറഞ്ഞോണ്ടിരിക്കുക. മാത്രമല്ല വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞോടെ ഞാൻ എന്താ ചെയ്യാ? നീ എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. രാവിലെ ഡോക്ടർ ജഡ്കയോട് സഹായം ചോദിക്കാം. ഇതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാം മോട്ടു. മോട്ടു, ഈ കയറ് ഉപയോഗിച്ച് നീ താഴെ ഇറങ്ങുക. അതെ, ബെസ്റ്റ് ഓഫ് ലക്ക് മോട്ടു. എത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടാ നമ്മൾ ഈ ആകാശം ഒന്ന് കാണുന്നത് അല്ലേ? പത്തലു, വണ്ടി വിട്. അതെ, ഇത് മോട്ടു പത്ലു ആണ്. അക്വേറിയം എടുത്തോണ്ട് ഓടുകയാ. ഇടിക്കവരെ. അവർക്ക് നമ്മളെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളൊന്ന് ട്രക്ക് നിർത്തണല്ലോ, അല്ലെങ്കിൽ നല്ല അടി വാങ്ങും. മര്യാദക്ക് പോയിക്കോ, ഇല്ലെങ്കിൽ ഇടി മേടിക്കും നിങ്ങള്. വാങ്ങിച്ചോ, നീ വാങ്ങിച്ചോ. എന്നെ വലിച്ചു പൊളിക്കട്ടെ. എനിക്ക് കൊച്ചു കൊച്ചു കുട്ടികളുണ്ട്. ഇനി ഇന്ന് ഞാൻ വീട്ടിൽ പോയില്ലെങ്കിൽ അവരുടെ കാര്യം എന്താകും? സോറി കാട് ചേട്ടാ, നിങ്ങൾ മേളിലേക്ക് കയറി വരൂ. ഞാൻ സഹായിക്കാം. ആ കൈ ഇങ്ങോട്ട് തരൂ. മേളിലേക്ക് കയറി വരൂ. എന്റെ അടുത്ത് നിനക്ക് ഇത്രയും ധൈര്യമോ? മോട്ട് വീണിരിക്കുന്നു. അയ്യോ, മോട്ട് വീണു.
താങ്ക് യു മോട്ടു പത്ലു. യു ആർ വെൽക്കം. ബൈ ബൈ. ഇനി നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി അടിച്ച് പൊളിക്കേ. ബൈ ബൈ. Watch India's largest kids library only on Geo Hotstar. Download the app now.